BJPക്ക് ഇവിടെ ഒരു 10 സീറ്റ് കിട്ടിയാലേ ഇതിനെ രണ്ടിനെയും ഭരിച്ച വരെ നിർത്തും. ഒരു 5 സീറ്റെങ്കിലും കിട്ടിയാൽ മതി. നല്ല ഭരണമാണ്, നല്ല ഭരണമാണ്. അതിനൊരു കുഴപ്പമില്ല. നരേന്ദ്രമോദി നട്ടലുള്ളൊരു പ്രധാനമന്ത്രി അവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ രാജ്യം ഇങ്ങനെ പോകുന്നു. കുറ്റം പറയാൻ ആളമ്പാട് കുറ്റം പറയും. ഉണ്ടാവില്ല. മടുത്ത് UDF വരാനാ സാധ്യത. UDF ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാവും. മുഖ്യമന്ത്രിക്ക് KC വേണുഗോപാൽ ഓപ്പ്. രണ്ടാളും ഇല്ല. പറയാൻ അറിയോ? KC വേണുഗോപാലിലാണ് അവിടെ കേന്ദ്രത്തിൽ പിടുത്തുള്ളത്. സോണിയാഗാന്ധിൻ്റെയും രാഹുൽ ഗാന്ധിൻ്റെയും താങ്ങിയ KC വേണുഗോപാൽ. ഇതിവിടെ പ്രശ്നമായി കഴിയുമ്പോൾ ലാസ്റ്റ് അവിടെ എത്തുമ്പോൾ അതിൻ്റെ ചാൻസ് എടുക്കണേ ആർക്ക്? KC വേണുഗോപാലിന്. ഇവർക്ക് ഉണ്ടാക്കും ചാൻസ് അവിടെ ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് KC വേണുഗോപാൽ. സംശയമില്ല കാര്യത്തിൽ നോക്കിയങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് വേറൊരു പ്രശ്നം എന്താണെന്നറിയോ? ഇവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ ശരിക്കും കിട്ടുമെന്നുള്ളൊരു സംശയമുണ്ട്. LDF കൃത്യമായിട്ട് തന്നിന്. പിന്നെ അവരുടെ ഒരുപാട് പോരായ്മ ഉള്ളതിനെ കൊണ്ടാണ് അവർ വരാമെന്ന് പറഞ്ഞത്. പോരായ്മ എന്ന് പറഞ്ഞാൽ വെറും പിൻവാതിൽ കൂടിയിട്ട് കയറ്റൽ. PSC എഴുതണവർക്ക് കാലം എഴുതൽ തന്നെ. ഇവരാളുകളെ കയറ്റും. പിന്നെ ആണെങ്കിൽ ആരക്രമം നടത്തിയാലും അതിനൊരു പരിഹാരം കാണില്ല. ഗുണ്ടകൾക്ക്, പിന്നെ മാഫിയ സംഘം, പിന്നെ മയക്കുമരുന്ന്, ഇതെല്ലാം ഇവിടെ വർദ്ധിച്ചു കൊണ്ടുവരാണ്. അപ്പോൾ ഇവിടെ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല ഇറ്റകൾ കൊണ്ട്. അതിന് പിണറായി എന്തെങ്കിലും ഒരു തക്കതായ നടപടി എടുക്കണ്ടേ? അതെടുക്കണില്ല. അതുകൊണ്ടാണ് ഇവർ വേണ്ടാന്ന് പറഞ്ഞേ. 5 കൊല്ലം മരിച്ചത് തെറ്റില്ലാത്ത മരിച്ചത്. പിന്നെ 5 കൊല്ലം പറ്റ പോക്ക. ആൾ മടുത്ത്. അല്ലാണ്ട് അവർ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കുഴപ്പം കൊണ്ടാണ് അവരിഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞത്. പിന്നെ വേറെ ഒന്നുണ്ട്. ഇതോടുകൂടി അവർ അവസാനമായി. ഇനി കൊടിഞ്ഞുണ്ടാവില്ല CPM. ഇതോടുകൂടി അവസാനമായി. തീർന്ന് എല്ലാ സ്റ്റേറ്റിലത്തോ ആകെ ഒരു പിടുത്തം ഇവിടെ കേരളത്തിലല്ലേ. ഇതുകൂടി അങ്ങോട്ട് പോയാൽ ഉണ്ടാവും. പിന്നെ ചുവപ്പൊടി കാണില്ലേ റെയിൽവേ സ്റ്റേഷനിൽ പോണ്ടി. പറഞ്ഞു തന്നെ നമ്മൾ മുപ്പര് പറഞ്ഞ അതേ വരണം. വേണ്ട നമ്മളെ ആവശ്യം എന്ന് പറഞ്ഞാൽ വേറാണ്. പക്ഷെ അത് ഇപ്പം വരില്ല. ഒരു മാറ്റം വരണം. BJP സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. പക്ഷെ കുറച്ച് കഴിയും. വരും. സുരേന്ദ്രനാണോ ചന്ദ്രശേഖരനാണോ? രാജീവ് ചന്ദ്രശേഖരൻ. സുരേന്ദ്രൻ നേതാവല്ല എന്ന് പറയുന്നില്ല. രാജീവ് ചന്ദ്രശേഖരൻ. പക്ഷെ ഒരു മാറ്റം വരണം എന്നാണ് നമ്മൾ ആഗ്രഹം. ഒന്നുകൂടി പറയാനുണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ടില്ല. BJPക്ക് ഇവിടെ ഒരു 10 സീറ്റ് കിട്ടിയാലേ ഇതിനെ രണ്ടിനെയും ഭരിച്ച വരെ നിർത്തും. ഒരു 5 സീറ്റെങ്കിലും കിട്ടിയാൽ മതി. അപ്പോൾ ഈ 2 കൂട്ടരെയും BJP ഒരു വരവരക്കും. വരൻ്റെ അപ്പുറം ഇതിന് രണ്ടിനും പോകാൻ കഴിയില്ല. അതാണ് ഞങ്ങളുടെ നേട്ടം. മനസ്സിലായോ? അപ്പോൾ നിയമസഭയിൽ ഒച്ചപ്പാടുണ്ടാവും. ഇതാകുമ്പോൾ പിന്നെ 2 കൂട്ടർ എണ്ണ തോണി കൊണ്ട് എറിഞ്ഞളിക്കുക. 2 കൂട്ടർ കണക്കാണ്. വലിയ വ്യത്യാസമുള്ള ടീമൊന്നുമല്ല അധികാരത്തിൽ കയറിയാൽ. അപ്പോൾ പിണറായി ചെയ്തെന്തേന്? പിണറായി അധികാരത്തിൽ കയറുമ്പോൾ എന്തേലും പറഞ്ഞ് 2500 പേരാന്നല്ലോ പറഞ്ഞ്. എന്നിട്ട് എന്തേലും ഒരു തന്ന് ഒരെന്താ തന്ന്? ഇപ്പോൾ എലക്ഷൻ തീരാനായപ്പോൾ ഒരു 400 രൂപ കയറ്റി 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അല്ലേ? അതേമാതിരി മറ്റവരും പറയും. ഇപ്പം പറയും 3000 രൂപ ഞങ്ങൾ തരും. ആര്? കോൺഗ്രസ്സുകാർ പറഞ്ഞു 3000 പേരാന്ന്. അദ്ദേഹത്തിൽ കയറിയാൽ ഒരു 2500 പേരാന്ന് പറഞ്ഞിട്ട് എപ്പോഴും നിങ്ങൾക്ക് 2000 രൂപ കിട്ടിയായി അതും പറയില്ലേ? അപ്പോൾ ഇതെല്ലാം പറ്റ പോക്കറ്റാണ്. ഇതിനൊരു മാറ്റം വരെ ശരിക്കും BJP തന്നെ ഇവിടെ വരണം. എങ്കിലേ ഇവിടെ ഒരു മാറ്റം വരുള്ളൂ. യാതൊരു സംശയമില്ല. അത് വരും. നല്ല ഭരണമാണ്, നല്ല ഭരണമാണ്. അതിനൊരു കുഴപ്പമില്ല. നരേന്ദ്രമോദി നട്ടലുള്ളൊരു പ്രധാനമന്ത്രി അവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ രാജ്യം ഇങ്ങനെ പോകുന്നു. കുറ്റം പറയാൻ ആളമ്പാട് കുറ്റം പറയും. ആര് നല്ലത് നടത്തിയാലും കുറ്റം പറയും. അമ്മനെ തല്ലിയാലും കുറ്റം പറയും. ഗ്യാസിൻ്റെ വിഷയത്തിൽ ഇവിടെ ഗ്യാസിൽ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. ഇപ്പോഴും 2 കപ്പിലും അടുപ്പിക്കാൻ പോകണ്ടല്ലോ ഗ്യാസിൻ്റെ. ഹോട്ടലിൽ എന്ന് പറഞ്ഞാൽ അവർ വെറുതെ പറയാണ്. അതെല്ലാം വെറുതെ കരിഞ്ഞുണ്ടെങ്കിൽ ഗ്യാസ് വിറ്റ് കഴിഞ്ഞാൽ ഹോട്ടലിൽ വെറുതെ അടച്ചിട്ട് വെറുതെ പറയാം. ഇവിടെ ഗ്യാസിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ആരാ പറഞ്ഞ്? ഇതുവരെ TV വന്നിട്ട് ഞങ്ങളങ്ങനെ കണ്ടില്ലല്ലോ. ഞങ്ങളെ വീട്ടിലൊക്കെ TV ഉണ്ട്. ക്യൂ കിടന്നത് ആരും കണ്ടില്ല. ഇതൊക്കെ വെറുതെ കിംവദി അടിക്കുകയാണ്.
ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ടല്ലേ മോദിജിനെ പിന്നെയും കയറ്റത്. നല്ല ഭരണമാണ് കേന്ദ്രത്തിൽ. പിന്നെ നരേന്ദ്രമോദിനെ പിന്നെയും നല്ല ഭരണം ഇവിടുത്തെ ഗവൺമെൻറ് അത് ഇവിടെ നടത്താൻ സമ്മതിക്കില്ല. ട്രംപിനെ ഭയാന്നൊക്കെ ഒരു വിമർശനം ഉണ്ട്. മോദി ഉറങ്ങല്ല. ട്രംപിനെ ഭയന്നിട്ടേ മോദിനെ ഭയാണ് ട്രംപിന്. മോദിനെ ഭയാണ്. മോദി എന്ത് കളി കളിച്ചാലും ഇവിടെ നമുക്ക് ഇന്ത്യക്ക് ഒരു കുഴപ്പവും വരില്ല. ഇപ്പോൾ ഡീസലായാലും ഗ്യാസായാലും നമുക്ക് എല്ലാ ഭാഗത്തും കിട്ടും. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരൊറ്റ കപ്പൽ പോകാൻ കഴിയാണ്ട് കടലൊടുക്കി കൂട്ടിയിട്ട് നമ്മളെ ഗ്യാസും വണ്ടിയും ഡീസലും കപ്പലൊക്കെ വരില്ലേ? അതെന്തുകൊണ്ട്? മോദിൻ്റെ പവറല്ലേ. മറ്റുള്ള രാജ്യത്തിന് ഒരു കപ്പൽ പോലും വരാൻ അവർ അനുവദിക്കില്ലല്ലോ. അപ്പോൾ ഇറാനും ഇന്ത്യയായിട്ട് അത്രയും ബന്ധമുണ്ട്. ഇറാൻ, ഇന്ത്യ, റഷ്യ എല്ലാ രാജ്യത്തിലും ഇസ്രായേലിനോട് പോയി കൈ കൊടുത്തു എന്ന് പറയുന്നത്. അത് ഇസ്രായേലിന് അറിയാൻ മുമ്പേ ഉള്ള നമ്മളെ തമ്മിലുള്ള ബന്ധമാണ്. ഇസ്രായേൽ, റഷ്യ ഒക്കെ മുമ്പേ ഉള്ളതാണ്. അത് നമുക്ക് പെട്ടെന്നൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ആളുകൾ ഇതിനെ പറ്റിയിട്ട് പലതും പറയും. മുമ്പ് ഇസ്രായേലുമായിട്ട് ഇന്ത്യ ബന്ധമില്ലായിരുന്നു. ആര് പറഞ്ഞ്? പിന്നെ ഇസ്രായേലായിട്ട് മുമ്പേ ബന്ധമുണ്ട്, ഇല്ല എന്ന് ഒരാൾ പറയില്ല. പിന്നെ ഇസ്രായേൽ നമുക്ക് എന്തെല്ലാം യുദ്ധസാമാനം തന്നിന്. അപ്പോൾ ഇവിടെ നെഹ്റു ഭരിക്കണ കാലത്ത് ഇന്ത്യയും ചൈനയും ബായ് എന്നും പറഞ്ഞിട്ട് ഇവിടെ എത്ര മുമ്പാ വയ്യ അവർ തോക്കെടുത്ത് നമ്മളെല്ലാം വായിച്ചില്ലേ? കുറേ സ്ഥലവും കയ്യേറിയില്ലേ? എന്നിട്ട് ഇപ്പോൾ നരേന്ദ്രമോദിനെ കുറ്റം പറ ആര്? രാഹുൽ ഗാന്ധി. എന്ത് നമ്മളെ കുറേ സ്ഥലം പോയത് ഇപ്പോൾ നെഹ്റു ഭരിക്കണ കാലത്താണ്. ഇതൊക്കെ നമുക്ക് നല്ല ഓർമ്മ ഉണ്ട്. ഇന്ത്യയും ചൈനയും ബായ് നെഹ്റു ഇവിടെ എത്ര മുമ്പ് ഒരു പണിയെന്ന് ഇല്ലേ? അതേ സ്ഥാനത്ത് ഇനി നടക്കൂല. ഇനി എല്ലാ രാജ്യത്തിനും നമ്മളെ പേടിയാണ്, യാതൊരു സംശയവുമില്ല. മുസ്ലിം വിരുദ്ധത പറയുന്നുണ്ട് മോദിന്റെ കാര്യത്തിൽ, അങ്ങനെയുണ്ടോ? ആരെ മുസ്ലിം വിരുദ്ധത പറയുന്നുണ്ട് മോദിക്കും BJPക്കും? ഇവിടെ മുസ്ലിമാണ്, ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണെന്നുള്ളത് എല്ലാവർക്കും ഒരേമാതിരി ജീവിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. ഇത് ആളുകൾ വെറുതെ പറഞ്ഞെടുക്കുകയാണ്. ഇന്ത്യയിലുള്ള മാതിരിയുള്ള വേറെ എവിടെയെങ്കിലും നമ്മുടെ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇന്ത്യയിൽ വെച്ചാൽ പരമസുഖമാണ്. പിന്നെ എല്ലാ ദിക്കിലുള്ള ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ അത് വലിയ ഇതായിട്ടൊന്നും വരുത്ത് കണക്കൂട്ടുണ്ടാകും. 150 കോടി ജനമുണ്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് മോദി പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ കിട്ടേണ്ട സുഖം ഇവിടെ വേറെ ആയിരിക്കാം കിട്ടുന്നത്. ഇവിടെ ഹിന്ദുവിനും മുസ്ലിമിനെല്ലാം ഒരേ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. വെറുതെ പറയാണ് ഇത് ഹിന്ദു രാഷ്ട്രമാണ് മറ്റേ രാഷ്ട്രമാണ്. ഇവിടെ എല്ലാവർക്കും സമം തന്നെയാണ്. ആർക്കും ഇവിടെ വരിക്കുക, സുഖമായിട്ട് ജീവിക്കുക, ഒരു കുഴപ്പമില്ല. പാവപ്പെട്ടവർക്ക് അരി സൗജന്യമായിട്ട് ആ മോഡി ഇപ്പോഴും കൊടുക്കാനുണ്ട്. കൊറോണ സമയത്ത് തുടങ്ങിയതാണ്. പാവപ്പെട്ടവർക്ക് സൗജന്യം ഇപ്പോഴും. കൊറോണ സമയത്ത് പിണറായി ഗവൺമെന്റ് സഹായിച്ചു. പിണറായി എന്ത് സാധിച്ചു? ഒന്നും ചെയ്തിട്ടില്ല. കൊടുത്തല്ല ഇവർ ദാരിദ്ര്യമുക്തം എന്ന് പറഞ്ഞിട്ട് ചെയ്താലെല്ലാം മോഡിയാണ്. വികസനം എല്ലാം മോഡി തന്നെയാണ് ചെയ്യുന്നത്.